നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പോര് തെരുവിൽ. തൃശൂരിൽ സതീശന് അനുകൂലികൾ പ്രകടനം നടത്തി. ഹൈക്കമാൻഡ് നിരീക്ഷക സംഘം AICC അധ്യക്ഷന് റിപ്പോർട്ട് കൈമാറി. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം ഈ മാസം പൂർത്തിയാകും. കാലവർഷത്തിന് മുൻപ് പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുമെന്ന് കരാർ കമ്പനി. ചാലക്കുടി പുഴമ്പാലം അറ്റകുറ്റപ്പണികൾക്കായി ശനിയാഴ്ച രാത്രി വീണ്ടും അടയ്ക്കും. പാവർട്ടി പുളിഞ്ചേരിപ്പടിയിൽ വീടിന്റെ പൂട്ട് തകർത്ത് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് സ്വദേശി ആഷിഫിനെയാണ് അറസ്റ്റ് ചെയ്തത്. കല്ലൂരിൽ കടകളിൽ മോഷണം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് സമാപനം കുറിച്ച് ചാലക്കുടി പുഴയിൽ നടന്ന ആറാട്ട് ഭക്തിസാന്ദ്രമായി. നൂറുകണക്കിന് ഭക്തർ ആറാട്ടിൽ പങ്കെടുത്തു. വാർത്തകളിലേക്ക് വിശദമായി. KPCC നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് തൃശൂരിൽ VD സതീശൻ അണികളുടെ വമ്പൻ പ്രകടനം. തൃശൂർ DCC ഓഫീസിന് മുന്നിൽ നിന്ന് സ്വരാജ് റൗണ്ട് ചുറ്റി നടന്ന പ്രകടനത്തിൽ VD സതീശന്റെ ചിത്രമുള്ള പ്ലക്കാർഡുകളും മൂവർണ്ണ കൊടികളുമായി നൂറുകണക്കിന് നേതാക്കളും പ്രവർത്തകരും അണിനിരന്നു. ഒരേ വികാരം ഒരേ വിചാരം, കേരളമൊന്നാകെ ഒറ്റപ്പേര് എന്നെഴുതിയ ബാനറിന് പിന്നിൽ VD സതീശ നേതാവെ ധീരതയോടെ നയിച്ചോളൂ എന്ന മുദ്രാവാക്യം വിളികളുമായാണ് നേതാക്കളും പ്രവർത്തകരും അണിനിരുന്നത്. കോൺഗ്രസ് ഭാരവാഹികൾ കോർപ്പറേഷൻ മുൻ കൗൺസിലർമാരായ ജയപ്രകാശ് പൂവത്തിങ്കൽ, സതീഷ് അപ്പുക്കുട്ടൻ, PA വർഗീസ്, സലീൽ അറയ്ക്കൽ, PU ഹംസ, ബിന്ദു പ്രദീപ്, സന്ധ്യ ഷാജി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ച് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. ജനഹിതം അട്ടിമറിക്കരുത്, പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളുമായാണ് ഫ്ലക്സുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ കോൺഗ്രസ് കൂട്ടായ്മയുടെ പേരിലാണ് നഗരത്തിൽ പലയിടങ്ങളിലായി ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. VD സതീശന് അഭിവാദ്യമർപ്പിച്ച് കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിൽ പ്രകടനം നടന്നിരുന്നു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തെരുവിൽ പോര് കനക്കുമ്പോൾ ഫേസ്ബുക്ക് കുറിപ്പുമായി VD സതീശൻ. ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലക്സ് സ്ഥാപിക്കുന്നതും ഒഴിവാക്കണമെന്ന് VD സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഇത്തരം നടപടികളിൽ നിന്ന് UDF കോൺഗ്രസ് പ്രവർത്തകർ പിന്മാറണം. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള രണ്ടാംഘട്ട നടപടികളിലേക്ക് AICC നേതൃത്വം കടന്നിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ദോഷമുണ്ടാക്കുന്ന പ്രവർത്തികൾ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ കോൺഗ്രസിന്റെ നിയുക്ത MLA മാരുടെ മനസ്സറിഞ്ഞ ഹൈക്കമാൻഡ് നിരീക്ഷകർ AICCക്ക് റിപ്പോർട്ട് കൈമാറി. AICC അധ്യക്ഷൻ ഖർഗയ്ക്കാണ് നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഹൈക്കമാൻഡ് പ്രതിനിധികൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി ആരെന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. പ്രഖ്യാപനത്തിന് മുന്നോടിയായി മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ തീരുമാനമെടുക്കാൻ MLA മാരുമായും ഘടകകക്ഷി നേതാക്കളുമായും കഴിഞ്ഞ ദിവസമാണ് ഹൈക്കമാൻഡ് നിരീക്ഷക സംഘം കൂടിക്കാഴ്ച നടത്തിയത്. മുകുൾ വാസ്നിക്കും അജയ് മാക്കനും MLA മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുഖ്യമന്ത്രി തീരുമാനം വൈകില്ലെന്ന് ഹൈക്കമാൻഡ് നിരീക്ഷക സംഘം അറിയിച്ചു. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം ഈ മാസം പൂർത്തിയാകും. കാലവർഷത്തിന് മുൻപേ പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുമെന്ന് നിർമ്മാണ കമ്പനി അധികൃതർ അറിയിച്ചു. ഒരു വശത്തുള്ള പാതയുടെ ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായതായും മറുവശത്തെ പാതയുടെ ഇരുഭാഗത്തുമുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉറപ്പിച്ച് മണ്ണിട്ട് നികത്തിയ ശേഷം നിർമ്മാണം വേഗത്തിൽ തീർക്കുമെന്നും അധികൃതർ പറഞ്ഞു. ഇതിനിടെ മഴ പെയ്താലും നിർമ്മാണത്തിന് തടസ്സമാകില്ലെന്നും ഇവർ പറയുന്നു. ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു കരാറ് കമ്പനി ഉറപ്പു നൽകിയിരുന്നത്. എന്നാൽ 2 വർഷത്തോളമായിട്ടും പകുതിയോളം പണികൾ ബാക്കിയായതിനെ തുടർന്ന് ഏറെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ ഭരണകൂടം പ്രശ്നത്തിൽ ഇടപെട്ടതോടെ ദേശീയപാതയിലെ അടിപ്പാതകളുടെ നിർമ്മാണം ജൂൺ മാസത്തിനു മുൻപ് തീർക്കുമെന്ന് കമ്പനി ഉറപ്പു നൽകി. ബംഗാൾ, ആസാം, തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പുമായി തൊഴിലാളികൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് മടങ്ങുകയും അവർ തിരിച്ചെത്താതെ വരികയും ചെയ്തതോടെ അടിപ്പാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങാൻ കാരണമായി. ആവശ്യത്തിന് മണ്ണ് ലഭിക്കാതെ വന്നതും നിർമ്മാണ പ്രവർത്തനത്തിന് തടസ്സമായതായും കമ്പനി പറയുന്നു.
എന്നാൽ പകലും രാത്രിയുമായി അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി കാലവർഷത്തിനു മുൻപ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. ദേശീയപാത ചാലക്കുടി പുഴമ്പാലം അറ്റകുറ്റപ്പണികൾക്കായി ശനിയാഴ്ച രാത്രി അടയ്ക്കും. കേടുവന്ന ബെയറിങ്ങുകൾ മാറ്റി സ്ഥാപിച്ച് 3 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും എറണാകുളം തൃശൂർ ദിശയിലെ പഴയ പാലം വീണ്ടും തുറക്കുക. 7 സ്പാനുകളിലെ 42 ബെയറിങ്ങുകളും എടുത്തുമാറ്റി പുതിയത് ഘടിപ്പിക്കും. മുകൾ ഭാഗം യന്ത്രസഹായത്തോടെ ഉയർത്തിയാണ് ബെയറിങ്ങുകൾ മാറ്റുക. GIPL കമ്പനിയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിർമ്മാണ പ്രവർത്തന കാലയളവിൽ വാഹനങ്ങൾ എതിർദിശയിലെ പാലത്തിലൂടെ കടത്തിവിടും. ഒറ്റവരിയെ നടപ്പാക്കുന്ന താൽക്കാലിക ബദൽ സംവിധാനം ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്കിനിടയാക്കും. വാഹനങ്ങൾ തിരിച്ചുവിടാൻ പ്രാദേശിക റോഡുകളെ പ്രയോജനപ്പെടുത്താൻ പോലീസ് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. കല്ലൂരിൽ കടകളിൽ മോഷണം. കല്ലൂർ ചുങ്കത്തുള്ള മന്ന സ്റ്റോഴ്സ്, പള്ളിക്കുന്നിലെ സെന്റ് റാഫേൽ സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. 2 കടകളിൽ നിന്നുമായി 65,000 രൂപയോളമാണ് കവർന്നത്. മോഷണ ദൃശ്യങ്ങൾ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. 1 മണിക്കൂറിന്റെ വ്യത്യാസത്തിലാണ് 2 കടയിലും മോഷണം നടന്നത്. ജീവനക്കാർ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മന്ന സ്റ്റോഴ്സിൽ നിന്ന് 35,000 രൂപയും സെന്റ് റാഫേൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 30,000 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. 2 കടകളിലും മേശക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത്. അതേസമയം കടകളിലെ മറ്റ് സാധനങ്ങളൊന്നും മോഷ്ടാക്കൾ കൊണ്ടുപോയിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ 2 പേരടങ്ങുന്ന സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ട്. ഹെൽമറ്റ് ധരിച്ചെത്തിയ സംഘം അതിവിദഗ്ധമായാണ് കടയ്ക്കുള്ളിൽ കടന്നത്. കട ഉടമകളുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പാവർട്ടി പുളിഞ്ചേരിപ്പടിയിൽ വീടിന്റെ പൂട്ട് തകർത്ത് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഗാർഡൻ വളപ്പിൽ ആഷിഫിനാണ് അറസ്റ്റ് ചെയ്തത്. പാവർട്ടി SHO ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മംഗലാപുരത്ത് നിന്ന് സാഹസികമായാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പകൽ സമയത്ത് പാവർട്ടി പുളിഞ്ചേരിപ്പടിയിൽ താമസിക്കുന്ന പുലിക്കോട്ടിൽ ജോമോന്റെ വീട്ടിൽ മോഷണം നടന്നത്. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 10 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത്. ജോമോനും ഭാര്യയും ബുധനാഴ്ച രാവിലെ ജോലിക്ക് പോയി രാത്രി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വീടിന്റെ പിൻവശത്തെ വാതിൽ തള്ളി തുറന്ന നിലയിലായിരുന്നു. വീടിനുള്ളിലെ സ്റ്റീൽ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് സമാപനം കുറിച്ച് ചാലക്കുടി പുഴയിൽ നടന്ന ആറാട്ട് ഭക്തിസാന്ദ്രമായി. കൂടപ്പുഴക്കടവിൽ ക്ഷേത്രം തന്ത്രി നഗരമണ്ണ് ഋഷികേശ് നമ്പൂതിരിയും സംഘവും ആറാട്ടുമുങ്ങി. 2ാം വട്ട മുങ്ങലിൽ ആർപ്പുവിളികളുമായി 100 ഭക്തർ പങ്കെടുത്തു. നേരത്തെ കടവിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ആറാട്ട് പൂജകൾ നടന്നു. മഞ്ഞൾ, കളഭം എന്നിവ 2 തവണയായി ഭഗവാന്റെ തിടമ്പിൽ ചാർത്തി. ഇരിങ്ങാലക്കുടയിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ കാൽനടയായി ആറാട്ട് സംഘം എത്തി. വാളും പരിചയുമേന്തിയ ഭടന്മാരും നിറത്തോക്കുമായി പോലീസും അകമ്പടി സേവിച്ചു. ആദ്യം കൂടപ്പുഴ മനയിലെ ഇറക്കിപ്പൂജ നടത്തിയ ശേഷമാണ് ആറാട്ട് കടവിലേക്ക് നീങ്ങിയത്. ആറാട്ടിനു ശേഷം ആയിരക്കണക്കിന് ജനങ്ങൾ ആറാട്ട് കഞ്ഞിയും വിതരണം ചെയ്തു. മുതിരപ്പുഴുക്ക്, മാമ്പഴക്കാളൻ, ചെത്തുമാങ്ങ, പപ്പടം, ശർക്കര, തേങ്ങാപ്പൂൾ എന്നിവയായിരുന്നു കഞ്ഞിക്ക് വിഭവങ്ങൾ. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ബോർഡംഗങ്ങളായ ഡോക്ടർ മുരളീഹരിതം, അഡ്വക്കേറ്റ് KG അജയകുമാർ, ഡോക്ടർ രാജേഷ്, ബിന്ദു എന്നിവർ ആറാട്ടിനെത്തിയിരുന്നു. കൂടപ്പുഴ NSS കരയോഗം പ്രവർത്തകരാണ് കഞ്ഞി വിതരണം ചെയ്തത്. സനീഷ് കുമാർ ജോസഫ്, ചാലക്കുടി നഗരസഭാ ചെയർമാൻ ആലിസ് ഷിബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. TCV ന്യൂസ്, ചാലക്കുടി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിനിടയിൽ ക്ഷേത്രമുറ്റത്ത് വെച്ച് പരസ്യമായി മദ്യപിച്ച് ആചാരലംഘനം നടത്തുകയും ഭക്തരെ അപമാനിക്കുകയും ചെയ്ത സംഭവത്തിൽ 4 പ്രതികളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പടിയൂർ സ്വദേശികളായ തയ്യേരി വീട്ടിൽ പ്രതീഷ്, ശൂരംപറമ്പിൽ വീട്ടിൽ അനൂപ്, തയ്യേരി വീട്ടിൽ ലാലു മോഹൻ, തയ്യേരി വീട്ടിൽ അരുൺ എന്നിവരെയാണ് പിടികൂടിയത്. മെയ് 6-നാണ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ വെച്ച് പ്രതികൾ മദ്യപിച്ചത്. ഭക്തജനങ്ങൾക്കിടയിൽ വെച്ച് പരസ്യമായി മദ്യക്കുപ്പി കൈമാറി മദ്യപിച്ച പ്രതികൾ ഇത് ചോദ്യം ചെയ്ത പരാതിക്കാരിക്ക് നേരെ മദ്യക്കുപ്പി നീട്ടി സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തിരുന്നു. കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കൽ, പൊതുസ്ഥലത്ത് മദ്യപിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ മദ്യപിക്കുന്നതിന് ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഇരിങ്ങാലക്കുട SHO ദിലീഷ് T, SI അഭിലാഷ് T എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മഴയിൽ പാവർട്ടി സെന്ററിലെ റോഡുകളും വ്യാപാര സ്ഥാപനങ്ങളും വെള്ളത്തിൽ മുങ്ങുന്നത് ഒഴിവാക്കാൻ പഞ്ചായത്ത് നടപടി തുടങ്ങി. ആദ്യഘട്ടത്തിൽ കാനകളിലെ മണ്ണും മാലിന്യങ്ങളും യന്ത്രസഹായത്തോടെ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് നടന്നത്. പാവർട്ടിയിലെ വ്യാപാരികളുടെ ദുരിതം TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. കാനങ്ങളുടെ താഴ്ച കുറഞ്ഞതും റോഡിന്റെ ഉയരം വർദ്ധിപ്പിച്ചതുമാണ് വെള്ളം ഒഴുകുന്നതിന് തടസ്സമാകുന്നത്. പൂച്ചേരി തോട് വഴി വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. 2 ഇടങ്ങളിൽ കാനയിലേക്ക് കരിങ്കിൽ ഇടിഞ്ഞു വീണ് ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന ഒഴിവാക്കുന്നതിനായി പാർശ്വഭിത്തി വീണ്ടും കെട്ടിയിട്ടുണ്ട്.
കഴിഞ്ഞ സമയത്ത് നടപ്പാക്കിയ അശാസ്ത്രീയമായ സെന്റർ വികസനമാണ് വെള്ളക്കെട്ടിനും ഗതാഗതക്കുരുക്കിനും കാരണമെന്ന് പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ പറഞ്ഞു. ആദ്യത്തെ മഴ പെയ്താൽ പാവർട്ടി സെന്റർ മുങ്ങുന്ന ഒരു പതിവാണ് ഉള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. ഇതിന് മുൻപേ നടപ്പാക്കിയ സെന്റർ വികസനത്തിൽ കാനകളുടെ താഴ്ചയും വീതിയും എല്ലാം കുറഞ്ഞ രീതിയിൽ നിർമ്മിച്ചത് വഴി, അശാസ്ത്രീയമായി നിർമ്മിച്ചത് വഴി കടകളിലേക്ക് വെള്ളം കയറുന്നത് കഴിഞ്ഞ 1-2 വർഷമായിട്ട് സ്ഥിര സംഭവമായിരിക്കുകയാണ്. ഞങ്ങളുടെ ഭരണസമിതി കയറിയപ്പോൾ തന്നെ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ പൂച്ചേരി തോട് ബ്ലോക്കായിട്ട് എല്ലാ ഭാഗങ്ങളിലും ആ ബ്ലോക്കുകൾ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സിവിൽ സെന്ററിൻ്റെ അപ്പുറത്തുള്ള മുസ്ലിം പള്ളിയുടെ അടുത്തുള്ള കാന ഇടിഞ്ഞത്, കരിങ്കല്ല് ഇടിഞ്ഞത് അത് കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്ത് പടിഞ്ഞാറേ സൈഡിലും ഇതുപോലെ കാന ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു, കരിങ്കല്ല് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ കെട്ടി വൃത്തിയാക്കി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, Tiles, Bath Fitting. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. രാഷ്ട്രീയ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ. തളിക്കുളത്ത് EPI മോഹനൻ അനുസ്മരണത്തിന്റെ ഭാഗമായി സംസ്കാരവും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മനുഷ്യരാണോ മതം സൃഷ്ടിച്ചത്, മതങ്ങളാണോ ദൈവങ്ങളെ സൃഷ്ടിച്ചത് എന്ന ചിന്ത മനുഷ്യരിൽ കടത്തിവിട്ടതിലൂടെ വയലാർ വലിയ സാംസ്കാരിക പ്രവർത്തനമാണ് നടത്തിയത്. രാഷ്ട്രീയമില്ലെങ്കിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല. കവികൾക്ക് ഒട്ടും സാധ്യമല്ല. അത് കക്ഷി രാഷ്ട്രീയമല്ല. വിരുദ്ധ സാഹചര്യങ്ങളിൽ നടത്തപ്പെടുന്ന കൊലപാതകമാണ് ആത്മഹത്യ. നിതിൻ രാജിന്റെയും രോഹിത് വെമുലയുടെയും മരണം ആ നിലയ്ക്കാണ് കൊലപാതകമാകുന്നതെന്നും കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. അനുസ്മരണ സമിതി പ്രസിഡന്റ് KS ബിനോജ് അധ്യക്ഷത വഹിച്ചു. RMPI സംസ്ഥാന പ്രസിഡന്റ് TL സന്തോഷ്, അഡ്വക്കേറ്റ് VM ഭഗവത് സിംഗ്, MS ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. പകലും രാത്രിയിലും ചുറ്റും കടുത്ത ചൂടാണെങ്കിലും VK ശ്രീധരന്റെ പുരയിടത്തിൽ എപ്പോഴും ഇളം കാറ്റുള്ള തണുത്ത അന്തരീക്ഷമാണ്. 1 ഏക്കർ പുരയിടമാണ് അണ്ണല്ലൂർ വാത്യാട്ട് വീട്ടിൽ ശ്രീധരൻ വനമാക്കി മാറ്റിയിരിക്കുന്നത്. സ്വാഭാവിക വനത്തിന്റെ ഉൾക്കരുത്താണ് വീടിന് ചുറ്റുമുള്ളത്. ഭൂമിയിലേക്ക് സൂര്യപ്രകാശം അപൂർവമായേ കാണാൻ കഴിയൂ. ഇവിടെ വീഴുന്ന മരങ്ങളും ഇലകളും മണ്ണിലേക്ക് ചേരുന്ന നിലയിലാണ്. 500ഓളം ചെടികളും മരങ്ങളും ഉള്ളതിൽ 125 ഇനങ്ങളുണ്ട്. 50-ൽ പരം ഇനം പക്ഷികൾ എല്ലാ വർഷവും എത്തും. തൃശൂർ ജില്ലയിലെ 20 ജൈവ വൈവിധ്യ ഫാം സ്കൂളുകളിൽ ഒന്നാണ് ഈ പുരയിടം. പഴങ്ങൾ കിളികൾക്കും മറ്റ് ജീവികൾക്കും ഭക്ഷണമായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഔഷധവൃക്ഷങ്ങൾ, വനവൃക്ഷങ്ങൾ, ഫലവൃക്ഷങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയാണ് പുരയിടത്തിലെ പ്രധാന ഇനങ്ങൾ. ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിൽ തണുത്ത കാറ്റേറ്റ് കിളികളുടെയും വൃക്ഷങ്ങളുടെയും നേർത്ത ശബ്ദത്തിന്റെ അകമ്പടിയോടെ എഴുതാനും വായിക്കാനും നല്ല ഇടമാണ് പുരയിടത്തിലെ വനമെന്ന് VK ശ്രീധരൻ പറയുന്നു. പഞ്ചായത്ത് സെക്രട്ടറി തസ്തികയിൽ നിന്ന് വിരമിച്ച ഈ 67കാരൻ 25 വർഷമായി കില ഫാക്കൽറ്റിയാണ്. സംഗീത നാടക അക്കാദമി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. പരിസ്ഥിതി, നാട്ടറിവ് മേഖലകളുമായി ബന്ധപ്പെട്ട് 16 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. വനമിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭാര്യ രമണിയും മക്കളായ പതംഗ, ധനുസ് എന്നിവരും ശ്രീധരന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. TCV മാള. ചൂണ്ടലിൽ മാസം തികയാതെ പ്രസവിച്ച 28 ദിവസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. ചൂണ്ടൽ വെള്ളത്തേരി വീട്ടിൽ സുജിത്ത് സന്ധ്യ ദമ്പതികളുടെ ആൺകുഞ്ഞാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 7.5 മാസത്തിൽ ജനിച്ചെത്തു കുഞ്ഞിന് ഭാരക്കുറവും മഞ്ഞപ്പിത്തവും ശ്വാസതടസ്സവും ഉണ്ടായിരുന്നു. തുടർ ചികിത്സകൾക്ക് ശേഷം ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഏപ്രിൽ 25-നാണ് കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗോകർണത്തിൽ പാൽ ശേഖരിച്ചാണ് കുട്ടിക്ക് നൽകിയിരുന്നത്. രാത്രി പാൽ നൽകി ഉറക്കിയ കുഞ്ഞിനെ പുലർച്ചെ തുടയ്ക്കാനായി അമ്മ എടുത്തപ്പോഴാണ് ശരീരത്തിന് ചലനമില്ലെന്ന് തിരിച്ചറിഞ്ഞത്. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡിയായ കിഴിപ്പള്ളിക്കര സ്വദേശി ഏങ്ങാണ്ടി വീട്ടിൽ ബ്രാവോ എന്നറിയപ്പെടുന്ന അനന്തകൃഷ്ണൻ വധശ്രമ കേസ്, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള 14 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ കളക്ടർ ശിഖ സുരേന്ദ്രനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. യറവ സ്വദേശിനിയും പത്തനംതിട്ട ചിറ്റാർ ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ മുൻ പ്രിൻസിപ്പലുമായ റീത്ത ആൻഡ്രൂസിന്റെ 4ാമത്തെ പുസ്തകമായ ടീച്ചറമ്മയുടെ സ്നേഹസ്മൃതികൾ പ്രകാശനം ചെയ്തു. CMI സഭാ വികാർ പ്രൊവിൻഷ്യൽ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ, VP നന്ദകുമാർ, സുഷമ നന്ദകുമാർ എന്നിവർക്ക് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. ഫാദർ JB പുത്തൂർ അധ്യക്ഷത വഹിച്ചു. ഈ പുസ്തകം വിറ്റഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം ആഫ്രിക്കയിലെ മഡഗാസ്കറിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന ചെലവിന് നൽകും. സാഹിത്യകാരൻ ഷാജി മാലിപ്പുറം, ഫാദർ ഡോക്ടർ റോയ് ജോസഫ് വടക്കൻ, ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ, തൃശൂർ അമല മെഡിക്കൽ കോളേജ് ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ, ഗ്രന്ഥകർത്താവ് റീത്ത ആൻഡ്രൂസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ മലയാള വിഭാഗം മേധാവി ഫാദർ ടെജി K തോമസ്, ഡോക്ടർ അമ്പിളി എന്നിവരെ ആദരിച്ചു.
തുടർന്ന് റീത്ത ആൻഡ്രൂസിന്റെ ജീവിതം, അധ്യാപനം, കൃതികൾ എന്നിവയെക്കുറിച്ച് ലിജോ കെ ജോണി സംവിധാനം ചെയ്ത റീത്ത ടീച്ചർ എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം നടന്നു. ഒല്ലൂർ മണ്ഡലത്തിൽ ഹാട്രിക് വിജയം നേടിയ കെ രാജൻ മണ്ഡലത്തിൽ പര്യടനം നടത്തി. മണ്ണുത്തി തിരുവാണിക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്നാണ് പര്യടനം ആരംഭിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മാടക്കത്തറ, പാണഞ്ചേരി, നടത്തറ പഞ്ചായത്തുകളിലാണ് പര്യടനം നടന്നത്. ശനിയാഴ്ച പുത്തൂർ പഞ്ചായത്ത്, ഒല്ലൂർ, കൂർക്കഞ്ചേരി സോണലുകളിലും പര്യടനം നടത്തും. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് MS പ്രദീപ് കുമാർ, സെക്രട്ടറി പ്രസാദ് പറയേരി, സംസ്ഥാന കൗൺസിലർ പ്രിൻസ്, PD റജി തുടങ്ങിയവർ പര്യടനത്തിന് നേതൃത്വം നൽകി. ഈ തെരഞ്ഞെടുപ്പ് വിജയം ഒല്ലൂരിൽ ചളിങ്ങാട് ഹംസ മുസ്ലിയാരുടെ 19ാമത് ഉറൂസ് മുബാറക്കിന് തുടക്കമായി. സ്വാഗത സംഘം ചെയർമാൻ PA അബൂബക്കർ ഹാജി പതാക ഉയർത്തി. കൺവീനർ PT മുഹമ്മദ് അലി, സെക്രട്ടറി PA മുഹമ്മദ്, സ്വാഗത സംഘം ട്രഷറർ PM ഉസ്മാൻ ഹാജി, മദ്രസ സെക്രട്ടറി TA നൌഷാദ്, അനസ് അബൂബക്കർ, PM സൈനുദ്ദീൻ, ഷിയാസ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന മക്കാം സിയാറത്തിന് മഹല്ല് ഖത്തീബ് അബൂബക്കർ സാദി കക്കടിപ്പുറം, ഉസ്മാൻ സക്കാഫി കാരക്കാട്, അഹമ്മദ് അബ്ദുറഹ്മാൻ അസനി എന്നിവർ നേതൃത്വം നൽകി. പഴമയുടെ പ്രൗഢിയും ഗതകാല സ്മരണകളും ഇരമ്പയാർത്തപ്പോൾ നീണ്ടൂർ ആദൂർ വയലോരം ഒരു അപൂർവ സംഗമത്തിന് സാക്ഷിയായി. വാഹനപ്രേമികളുടെ എക്കാലത്തെയും ആവേശമായ അംബാസഡർ കാറുകളുടെ ഒത്തുചേരലാണ് നാടിന് വേറിട്ട കാഴ്ചയായി മാറിയത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 30-ലധികം അംബാസഡർ കാറുകളാണ് സംഗമത്തിൽ അണിനിരുന്നത്. വെള്ളയും കറുപ്പും മുതൽ വിന്റേജ് ലുക്കിലുള്ള വിവിധ നിറങ്ങളിലുള്ള കാറുകൾ വയലോരത്തെ മനോഹരമായ പശ്ചാത്തലത്തിൽ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു. നിരനിരയായ കാറുകൾ നിരത്തിലിറങ്ങിയത് റാലിയെ വർണ്ണാഭമാക്കി. വയലോരത്തു നിന്നും ആരംഭിച്ച് എരുമപ്പെട്ടി, മങ്ങാട് എന്നിവിടങ്ങളെ ചുറ്റി റാലി തിരികെ വയലോരത്ത് തന്നെ സമാപിച്ചു. വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയ നാട്ടുകാർക്കും യാത്രക്കാർക്കും ഈ പഴയകാല രാജാക്കന്മാരുടെ നിര അവിസ്മരണീയമായ അനുഭവമാണ് സമ്മാനിച്ചത്. ഇന്ന് നമുക്ക് നിരത്തുകളിൽ കാണാൻ പ്രയാസമായിക്കൊണ്ടിരിക്കുന്ന അംബാസഡർ വാഹനങ്ങൾ വീണ്ടും ഇതുപോലുള്ള കൂട്ടായ്മയിലൂടെ സജീവമാവുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സംഗമത്തിന് ഷാഹിദ്, ശ്രീരാജ്, ഖാലിദ്, രമേശ്, സ്വാനി, അലവിക്കുട്ടി, അബ്ദുൾ റഹ്മാൻ വെള്ളത്തേരി എന്നിവർ നേതൃത്വം നൽകി. വരും വർഷങ്ങളിലും ഇത്തരം ഒത്തുചേരലുകൾ കൂടുതൽ വിപുലമായി സംഘടിപ്പിക്കാനാണ് വാഹനപ്രേമികളുടെ തീരുമാനം. TCV എരുമപ്പെട്ടി. ചാലക്കുടി നഗരസഭയുടെ സുവർണഗൃഹം പദ്ധതിയിൽ തനിക്ക് അനുവദിക്കപ്പെട്ട വീട് അനധികൃതമായും നിയമവിരുദ്ധമായും നഗരസഭ നിഷേധിച്ച് മറ്റൊരാൾക്ക് അനുവദിച്ചെന്ന പരാതിയിൽ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V ഗീത നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. 2023 ഒക്ടോബർ 27 നഗരസഭാ കാര്യാലയത്തിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പരാതിക്കാരനായ ചാലക്കുടി കോക്കാടൻ വീട്ടിൽ ജിഷോയ്ക്ക് അയച്ച വിവരാവകാശ മറുപടിയിൽ വീട് ലഭിക്കേണ്ട 5ാമത്തെ പേരുകാരൻ പരാതിക്കാരനാണെന്ന് പറയുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നഗരസഭാ സെക്രട്ടറി മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറിക്ക് നൽകിയ വിശദീകരണത്തിൽ പരാതിക്കാരന് പദ്ധതിയുടെ ആനുകൂല്യം അടുത്ത ഘട്ടത്തിൽ ലഭിക്കുമെന്ന് അറിയിച്ചു. നഗരസഭാ സെക്രട്ടറി പരാതിക്കാരനും കമ്മീഷനും നൽകിയ മറുപടികൾ 2 രീതിയിൽ വിശദീകരിച്ച സാഹചര്യത്തിലാണ് കമ്മീഷൻ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ടത്. ഈ മാസം 19 തൃശൂർ PWD റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ വിശദീകരണം ഹാജരാക്കാനാണ് നിർദ്ദേശം. ചക്കരപ്പാടം മഴുവഞ്ചേരി നടപ്പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ. പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. പെരിഞ്ഞനം, പടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന 25 വർഷത്തെ കാലാവധിയിൽ നിർമ്മിച്ച ഈ പാലം ഇപ്പോൾ തന്നെ 50 വർഷത്തിലധികമായിട്ടുണ്ട്. പഴക്കം ചെന്ന പാലം പുതുക്കി പണിയാൻ വർഷങ്ങൾക്ക് മുൻപ് തീരുമാനമുണ്ടായെങ്കിലും തുടർ നടപടികളുണ്ടായില്ല. മതിലകം, കുറ്റിലക്കടവ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് മറുകരയിലുള്ളവർക്ക് എളുപ്പത്തിലെത്താൻ ലക്ഷ്യമിട്ടാണ് മഴുവഞ്ചേരി നടപ്പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ തൂണുകൾ പലതിനും ബലക്ഷയം വന്ന നിലയിലാണ്. സ്കൂൾ സമയത്ത് നിരവധി കുട്ടികളാണ് ഈ നടപ്പാലം വഴി സഞ്ചരിക്കാറുള്ളത്. പേടിയാണ്, കാരണം കാലിങ്ങനെ പാലത്തിന്റെ കാലൊക്കെ ദ്രവിച്ച് നിൽക്കണം, ബുദ്ധിമുട്ട്. അപ്പൊ ഇതിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 10-30 വർഷമൊക്കെ കഴിഞ്ഞ് പാലത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇപ്പൊ സൈഡിൽ കമ്പി നോക്കിയാൽ അറിയാം എപ്പോൾ വേണമെങ്കിലും വീഴാനുള്ള അവസ്ഥയാണ്. പിന്നെ അവിടെ മുഴുവഞ്ചേരി തുരുത്തിൽ ഒരു 10-20 പിള്ളേർ, പഠിക്കുന്ന പിള്ളേർ ഓത്തുള്ളിലും പോണതും മദ്രസയിൽ പോണതും ഒക്കെ ഈ വഴിക്ക് തന്നെയാണ്. അവിടെ ആശ്രയിച്ച് വരുന്ന ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടേക്കാണ് വരല്. ജോലിക്ക് പോണത്, പിന്നെ കമ്പനി പോണത്, ഉറവ് കടയിൽ പോണത്, ചന്താസി പോണ പെണ്ണുങ്ങൾ
ഒക്കെ ഈ പാലത്തുമ്പിലേക്ക് ആശ്രയിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ ഓരോരുത്തർ കാണാൻ വരുമ്പോൾ കയറി നിൽക്കില്ല മക്കളെ കയറി നിൽക്കില്ല, എപ്പോഴും വീഴുന്ന് പറയാൻ പറ്റില്ല. പെരിഞ്ഞനം പടിയൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് ഒരുപാട് പഴക്കമുണ്ട്. ഇക്കാര്യത്തിൽ പ്രദേശവാസി ശശിധരൻ മുൻ മന്ത്രി ആർ ബിന്ദുവിനും മുൻ MLA ET ടൈസനും നിവേദനം നൽകിയിരുന്നു. അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ ഫയലുകൾ നീക്കം ചെയ്യുന്ന കാര്യത്തിലും ഫണ്ട് അനുവദിച്ച് കിട്ടുന്ന കാര്യത്തിലും അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് നിരന്തരമായിട്ട് ഞാൻ ഈ ഓരോ പരാതികളും അപേക്ഷകളും അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത് അദ്ദേഹത്തിന് തൃശ്ശൂർ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അദാലത്തിൻ്റെ ഇതുണ്ടായിരുന്നു. അതിൽ ഞാൻ പരാതി കൊടുത്ത് മറുപടി കിട്ടി. ഈ രൂപ കിട്ടാത്ത അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാലാണ് നമുക്കിവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുള്ളൂ. അതിനുള്ള നടപടികൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പാലം നിർമ്മാണത്തിന് ബന്ധപ്പെട്ട വകുപ്പ് ഫണ്ട് ലഭ്യമാക്കി തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, കയ്പമംഗലം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. French Dairy Pistachio Kunafa Bar. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി മങ്ങാട് ചാത്തംകുളം റോഡിന് സമീപം നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാക്കൾക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി മണലിത്തറ സ്വദേശികളായ രഞ്ജു, കിരൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡരികിലെ കാനയിൽ ചാടി സമീപത്തെ വീട്ടിലേക്കുള്ള സ്ലാബിലിടിക്കുകയായിരുന്നു. ഇവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്മയെയും സഹോദരിയെയും ദേഹോപദ്രവമേൽപ്പിച്ച യുവാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. വൈന്ദ്ര സ്വദേശി ഇല്ലിക്കപ്പറമ്പിൽ ശ്രീഹരിയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയുടെ സംരക്ഷണ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് അമ്മ ഗീത, സഹോദരി, അവരുടെ ഭർത്താവ് എന്നിവരെ ദേഹോപദ്രവമേൽപ്പിച്ചത്. ശ്രീഹരിക്കെതിരെ 4 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഗുരുവായൂരിൽ ഈ മാസം 15, 16, 17 തീയതികളിൽ രാമഭക്ത സംഗമവും ദേശീയ സെമിനാറും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതിനു മുന്നോടിയായി 11, 12 തീയതികളിൽ മമ്മിയൂരിലെ സായി മന്ദിരത്തിൽ മോഹിനിയാട്ടം ശില്പശാല, 13 ടൗൺ ഹാളിൽ രാമായണത്തെ ആസ്പദമാക്കിയുള്ള ചിത്രരചന, ക്വിസ്, പ്രസംഗം, മത്സരം എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വാഗത സംഘം ചെയർമാൻ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ, സബിത രഞ്ജിത്ത്, ബാബുരാജ് കേച്ചേരി, KR പ്രവീൺ, മണലൂർ ഗോപിനാഥ്, സജീവൻ നമ്പിയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മഴക്കാലത്ത് പാടശേഖരങ്ങളിൽ നിന്ന് തള്ളിവിടുന്ന ചണ്ടിയും കുളവാഴകളും വന്നടിയുന്നത് മണലൂർ, പാലാഴി പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന കനോലി കനാലിനും പരിസര പ്രദേശങ്ങൾക്കും ഭീഷണിയാകുന്നു. വേലിയേറ്റ സമയങ്ങളിൽ പുഴയിൽ നിന്ന് റോഡുകളിലേക്കും വീടുകളിലേക്കും ഉപ്പുവെള്ളം കയറി പ്രദേശത്തെ കുളങ്ങളും തോടുകളും കിണറുകളും ഉപയോഗശൂന്യമാകുന്നതും പതിവാകുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പുഴയുടെ ഈ പ്രദേശം ഇപ്പോൾ കരഭൂമിയായിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വർഷക്കാലങ്ങളാകുമ്പോൾ ഈ പാടശേഖരങ്ങളിൽ നിന്നുള്ള കുളവാഴകൾ തള്ളിവിട്ട് ഇവിടെ ഏറ്റത്തിന് വന്ന് ഇവിടെ തടഞ്ഞു നിൽക്കുകയാണ്. ഇത് പിന്നെ ഇറക്കത്തിന് പോകാനായിട്ടൊരു സംവിധാനം ഇല്ല ഇവിടെ. അതുകൊണ്ട് ഈ കുളവാഴ ഇവിടെ വന്ന് തടഞ്ഞു നിന്നുകൊണ്ട് ഇത് ഉപ്പുവെള്ളം വരുമ്പോൾ ഈ കുളവാഴൊക്കെ ഇവിടെ ചീഞ്ഞ് ഇവിടെ മണ്ണായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഈ പുഴയുടെ ഈ ഭാഗം കരഭൂമി ആയിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് വിവിധ കോൾപ്പാടശേഖരങ്ങളിൽ നിന്ന് ഉൾച്ചാലുകൾ വഴി തള്ളിവിടുന്ന ചണ്ടിയും കുളവാഴയും മെയിൻ ചാലുകളിലൂടെ ഫേസ് കനാലിലെത്തി ഏനാമാക്കൽ റെഗുലേറ്റർ വഴിയാണ് കനോലി കനാലിലെത്തുന്നത്. പുഴയുടെ പല ഭാഗങ്ങളിലായി വന്നടിയുന്ന കുളവാഴയും മറ്റും ഉപ്പുവെള്ളത്തിൽ ലയിച്ച് മണ്ണാകുന്നത് മൂലം പുഴ കരഭൂമി പോലെ നികന്നു വരികയാണ്. പുഴയിലേക്ക് വൻതോതിൽ ചണ്ടിയും കുളവാഴയും വന്നടിയാതിരിക്കാൻ ആവശ്യമായ നടപടികൾ അധികൃതർ എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV തൃശൂർ. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് വിരമിച്ച അംഗങ്ങൾക്ക് ക്ഷേത്ര കാർമിക് സംഘം യാത്രയയപ്പ് നൽകി. VC സുനിൽകുമാർ, PV സത്യൻ, VK അനിൽകുമാർ, K മുരളി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പതഞ്ജലി യോഗ വിദ്യാപീഠം സംസ്ഥാന ഡയറക്ടർ A രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് സേതു തിരുവെങ്കിടം, സംസ്ഥാന സമിതി അംഗം AC കൃഷ്ണൻ, BJP നോർത്ത് സെൽ കോർഡിനേറ്റർ സുഭാഷ് മണ്ണാരത്ത്, ദേവസ്വം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ K ഗീത, മുരളി പൈക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു.
പൈതൃകം ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ കഥകളി പഠന ക്ലാസ് ആരംഭിച്ചു. കലാമണ്ഡലം മോഹനൻ വെള്ളിനേഴിയുടെ ശിക്ഷണത്തിൽ പ്രായഭേദമന്യേ 10 പേരാണ് പഠിതാക്കളായുള്ളത്. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. 71 വയസ്സിൽ കഥകളി അഭ്യസിച്ച് അരങ്ങേറ്റം നടത്തിയ വിജയലക്ഷ്മി രാമൻകുട്ടി മേനോൻ മുഖ്യാതിഥിയായിരുന്നു. പൈതൃകം കലാക്ഷേത്ര ചെയർമാൻ മണലൂർ ഗോപിനാഥ്, കൺവീനർ മുരളി അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു. നേപ്പാളിൽ നടന്ന ഇന്റർനാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ അമൃത, അമയ എന്നിവരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാട്ടകാമ്പൽ ചിറക്കൽ യൂണിറ്റ് ആദരിച്ചു. യൂണിറ്റ് മെമ്പർ അനിൽകുമാറിന്റെ മക്കളാണ് അമൃതയും അമയയും. യൂണിറ്റ് പ്രസിഡന്റ് സോണി സക്കറിയ ഇരുവർക്കും മൊമെന്റോ നൽകി. സെക്രട്ടറി PA മോൺസൺ, ട്രഷറർ അനിൽ P മാത്യു, കൗൺസിൽ അംഗം വിശ്വനാഥൻ, മെമ്പർമാരായ PM സ്കറിയാച്ചൻ, റെഡിസൺ റോയ്, ബ്രീസ്മോൻ, ഹക്കീം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ നിയുക്ത MLA KK രാമചന്ദ്രൻ സംഘടിപ്പിച്ച പര്യടനത്തിന് വല്ലച്ചിറ ഉങ്ങിൻചൂട്ടിൽ തുടക്കമായി. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് പര്യടനം ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ്, CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, CPI തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം PM നിക്സൺ തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂക്കര, മറ്റത്തൂർ, വരന്തരപ്പള്ളി, പുതുക്കാട് പഞ്ചായത്തുകളിലും KK രാമചന്ദ്രൻ പര്യടനം നടത്തി. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതോത്തര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഏകദിന ശില്പശാല നടത്തി. കുട്ടികളിലെ കരകൗശല കഴിവുകൾ വികസിപ്പിക്കുന്നതിനായാണ് കളിമൺ പ്രതിമ നിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജൂബിലി ജനറൽ സെക്രട്ടറി KA ശക്തിധരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VK മോഹനൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു ബാബു, ബാലൻ മാസ്റ്റർ, പ്രിൻസിപ്പൽ ഇൻചാർജ് S സിമിലി, K രവീന്ദ്രനാഥ്, ദീപ ആർനാഥ്, MP ശ്രീകല, KV വൃന്ദ, ഡോക്ടർ ബിനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. NMMS തൃശൂർ റവന്യൂ ജില്ലയിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി. CNN BHS ജൈത്രയാത്ര തുടരുന്നു. NMMS നേടിയ 7 വിദ്യാർത്ഥികളെ ഹെഡ്മിസ്ട്രസ് PM രജനി, അധ്യാപകരായ KV ബിന്ദു, റോഷ് PS, ബിജിൻ TK എന്നിവർ വീടുകളിലെത്തി അഭിനന്ദിച്ചു. ദേശീയപാത കൊരട്ടയിൽ ട്രെയിലർ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചാലക്കുടി പോട്ട സ്വദേശി നെടുമ്പാക്കാരൻ വീട്ടിൽ പൊറിഞ്ചുവിന്റെ മകൻ 48 വയസ്സുള്ള ലിജുവാണ് മരിച്ചത്. ഫ്രൂട്ട് ഷോപ്പുകൾ നടത്തുന്ന ലിജു അന്നമനടയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം. എറണാകുളം ഭാഗത്തുനിന്ന് വന്നിരുന്ന ട്രെയിലർ ലിജു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിന് സമീപം നിർത്തിയിട്ടിരുന്ന ബൈക്ക് കത്തിനശിച്ചു. വെണ്ടൂർ സ്വദേശി നെല്ലിപ്പറമ്പിൽ സതീശന്റെ ബൈക്കാണ് കത്തിനശിച്ചത്. ബൈക്ക് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബൈക്കിൽ നിന്ന് തീ പടർന്നത്. നിമിഷ നേരം കൊണ്ട് തീ ആളിപ്പടർന്നു. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ നാട്ടുകാർ ചേർന്ന് മാറ്റിയിട്ടു. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,995 രൂപ, പവന് 1,11,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പോര് തെരുവിൽ. തൃശൂരിൽ സതീശൻ അനുകൂലികൾ പ്രകടനം നടത്തി. ഹൈക്കമാൻഡ് നിരീക്ഷക സംഘം AICC അധ്യക്ഷന് റിപ്പോർട്ട് കൈമാറി. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം ഈ മാസം പൂർത്തിയാകും. കാലവർഷത്തിനു മുൻപ് പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുമെന്ന് കരാർ കമ്പനി. ചാലക്കുടി പുഴമ്പാലം അറ്റകുറ്റപ്പണികൾക്കായി ശനിയാഴ്ച രാത്രി വീണ്ടും അടയ്ക്കും.
പാവർട്ടി പുളിഞ്ചേരിപ്പടിയിൽ വീടിന്റെ പൂട്ട് തകർത്ത് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് സ്വദേശി ആഷിഫിനെയാണ് അറസ്റ്റ് ചെയ്തത്. കല്ലൂരിൽ കടകളിൽ മോഷണം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് സമാപനം കുറിച്ച് ചാലക്കുടി പുഴയിൽ നടന്ന ആറാട്ട് ഭക്തിസാന്ദ്രമായി. നൂറുകണക്കിന് ഭക്തർ ആറാട്ടിൽ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.